നമസ്കാരം, എല്ലാവർക്കും എവിഡൻ വർക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സ്പീഡ് ക്യൂബ് സോൾവിംഗ് മെത്തേഡുകളിൽ ഒന്നായ റൂ മെത്തേഡാണ് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഫ്രഞ്ച് സ്പീഡ് ക്യൂബറായ ഗില്ലിസ് റൂ ആണ് ഈ മെത്തേഡ് കണ്ടുപിടിച്ചത്. ഈ മെത്തേഡ് കൊണ്ട് 1 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ കഴിയുന്നതാണ്. റുബിക്സ് ക്യൂബിൻ്റെ കളറും നൊട്ടേഷനും നമ്മൾ ഇതിനു മുമ്പ് ക്രോസ് ഉണ്ടാക്കിയ വീഡിയോയിൽ പഠിച്ചതാണ്. അത് കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഈ മെത്തേഡിൽ നമുക്ക് ക്രോസ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഒരു എക്സ്ട്രാ മൂവ് വരുന്നുണ്ട്, എം. മിഡിൽ ലെയർ ഫ്രണ്ടിലോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നത് എം, മിഡിൽ ലെയർ ബാക്ക് സൈഡിലേക്ക് തിരിക്കുന്നത് എം ഡാഷ്. ആദ്യം ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഫിക്സഡ് ചെയ്ത് വയ്ക്കണം. ഞാൻ ലെഫ്റ്റ് സൈഡിൽ റെഡും റൈറ്റ് സൈഡിൽ ഓറഞ്ചും എടുത്തു. അങ്ങനെ വരുമ്പോൾ ഫ്രണ്ടിലെ കളർ പച്ച വരും, മുകളിൽ മഞ്ഞ, ബാക്ക് സൈഡിൽ നീല, അടിയിൽ വെള്ള. ആദ്യം നമുക്കൊരു 2x3 ബ്ലോക്ക് ഇടത്തെ സൈഡിൽ ക്രിയേറ്റ് ചെയ്യണം, ആ വീഡിയോയിൽ കാണുന്നത് പോലെ. അതിനുശേഷം റൈറ്റ് സൈഡിൽ ഒരു 2x3 ബ്ലോക്ക് ഉണ്ടാക്കണം. അത് കഴിഞ്ഞ് ടോപ്പിൽ 4 കോർണറുകളും യെല്ലോ കളറാക്കണം. അത് കഴിഞ്ഞ് ടോപ്പിലെ കോർണർ എഡ്ജ് പീസ് പെയർ ചെയ്യണം, സെയിം കളറാക്കണം ഒരു സൈഡിൽ, ഈ വീഡിയോയിൽ കാണുന്നത് പോലെ. ഈ മെത്തേഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മിഡിൽ ലെയർ ഫിക്സഡ് ആയിരിക്കില്ല. ക്യൂബ് സോൾവ് ചെയ്ത് കഴിയുന്നതുവരെ മിഡിൽ ലെയർ മാറിക്കൊണ്ടിരിക്കും. നമുക്ക് ക്യൂബ് സ്ക്രാമ്പിൾ ചെയ്യാം. ആദ്യം റെഡ് സെൻറ്റർ പീസ് ലെഫ്റ്റ് സൈഡിലും ഓറഞ്ച് സെൻറ്റർ പീസ് റൈറ്റ് സൈഡിലുമായിട്ട് വെച്ചു. റെഡ് വൈറ്റ് എഡ്ജ് പീസ് എടുത്തു, അത് റെഡും മാച്ച് ചെയ്തു. അടുത്തത് ഇവിടെ ഒരു പെയർ ഇൻസേർട്ട് ചെയ്യണം. അതിൻ്റെ കോർണർ പീസ് ഇവിടെയുണ്ട്, പച്ച ചുവപ്പ് വെള്ള. അതിൻ്റെ എഡ്ജ് പീസ് പച്ച ചുവപ്പ്, എഡ്ജ് പീസ് മുകളിലേക്ക് വെച്ചു. അത് കഴിഞ്ഞ് തിരിച്ച് വെച്ചിട്ട് ആ എഡ്ജ് പീസ് നമുക്ക് മിഡിൽ ലെയർ തിരിച്ച് താഴേക്ക് മാറ്റി വയ്ക്കാൻ പറ്റും. താഴത്തേക്ക് മാറ്റി വെച്ചു. കോർണർ പീസ് തിരിച്ച് വെച്ചു, എഡ്ജ് പീസ് പൊക്കി വെച്ചിട്ട് അത് പെയർ ചെയ്തു. ഇപ്പോൾ അത് പെയറായി, പച്ചയും ചുവപ്പും ചുവപ്പും ഒരുമിച്ച് വന്നു. ആ പെയർ അവിടെ ഇൻസേർട്ട് ചെയ്തു. ഇനി ബാക്കിൽ വരുന്നത് ബ്ലൂ റെഡ് എഡ്ജ് പീസും അതിൻ്റെ കോർണർ പീസുമാണ്. അതിൻ്റെ കോർണർ പീസ് ഇവിടെയുണ്ട്, അത് തിരിച്ച് മുകളിലേക്ക് വെച്ചു. അതിൻ്റെ എഡ്ജ് പീസ് എവിടെയാണെന്ന് നോക്കണം. അതിൻ്റെ എഡ്ജ് പീസും ഇവിടെ തന്നെയുണ്ട്. എഡ്ജ് പീസ് ആദ്യം താഴത്തേക്ക് മാറ്റി വെച്ചു, എന്നിട്ട് വൈറ്റ് സൈഡിലേക്ക് വരുന്ന രീതിയിൽ വെച്ചു. ആ പീസ് മുകളിലേക്ക് പൊക്കി വെച്ചു. പൊക്കുമ്പോൾ നീല മുകളിൽ വരും, ഒന്നുകൂടി തിരിക്കുന്നു. ഒന്നും കൂടി തിരിക്കുമ്പോൾ റെഡ് മുകളിൽ വരും. ഇപ്പോൾ അത് പെയറായി, റെഡും ബ്ലൂവും. എന്നിട്ട് ആ പെയർ അവിടെ ഇൻസേർട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ലെഫ്റ്റ് സൈഡിൽ 2x3 ബ്ലോക്ക് റെഡിയായി. ഇനി അതുപോലെ റൈറ്റ് സൈഡിൽ 2x3 ബ്ലോക്ക് ഉണ്ടാക്കണം. അതിനുവേണ്ടി ആദ്യം ഓറഞ്ച് വൈറ്റ് കളറുള്ള എഡ്ജ് പീസ് എടുക്കണം. ആ പീസ് കിട്ടി, പക്ഷെ കളർ മാച്ച് ആവില്ല, കാരണം ഓറഞ്ച് സൈഡിൽ വരണം. അതിനുവേണ്ടി ആ പീസ് മിഡിൽ ലെയറിൽ വെച്ചിട്ട് അത് തിരിച്ചു. ഇപ്പോൾ ഓറഞ്ച് കളർ അതിൻ്റെ സൈഡിൽ വന്നിട്ടുണ്ട്. ഇനി ഓറഞ്ചും മാച്ച് ചെയ്തു. ആ പീസ് താഴത്തേക്ക് വെച്ചു. ഇവിടെ ഇൻസേർട്ട് ചെയ്യാനുള്ള പീസ് നോക്കണം. ഗ്രീൻ ഓറഞ്ച് വൈറ്റ് കോർണർ പീസ്, അതിൻ്റെ എഡ്ജ് പീസ് ഗ്രീൻ ഓറഞ്ച്. ഈ പീസ് ഇവിടെയുണ്ട്. ഇത് തിരിച്ച് ഈ പീസ് മുകളിലേക്ക് വെച്ചാൽ മുകളിൽ ഓറഞ്ച് കളർ വരും. അപ്പോൾ കോർണർ പീസ് തിരിച്ച് ഇങ്ങോട്ട് വയ്ക്കുക, വൈറ്റ് സൈഡിൽ വരുന്ന രീതിയിൽ. എന്നിട്ട് എഡ്ജ് പീസ് മുകളിലേക്ക് കയറ്റി വെച്ചു. ഇപ്പോൾ അത് പെയറായി. എന്നിട്ട് ആ പെയർ ഇവിടെ ഇൻസേർട്ട് ചെയ്യണം. അത് പൊക്കുക, അതിലേക്ക് കയറ്റി വയ്ക്കുക, എന്നിട്ട് അത് താത്തി വയ്ക്കുക. ഇപ്പോൾ അവിടെ ഒരു പെയർ കയറി. അടുത്ത കോർണർ പീസ് ഇവിടെ ഉണ്ട്, അതിൻ്റെ എഡ്ജ് പീസ് മുകളിലുണ്ട്. ഇത് തമ്മിൽ പെയർ ചെയ്യണം. അതിനുവേണ്ടി കോർണർ പീസ് മുകളിലേക്ക് കയറ്റിയിട്ട് ആ തമ്മിൽ പെയർ ചെയ്തു. വൈറ്റിൻ്റെ സൈഡിൽ നീക്കി വയ്ക്കുക, ആ പെയർ അവിടെ ഇൻസേർട്ട് ചെയ്തു. ഇപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പും കഴിഞ്ഞു. ഇപ്പോൾ ടോപ്പ് ലെയർ ഈ പിക്ചറിൽ കാണുന്നത് പോലെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ പിടിക്കുക, എന്നിട്ട് ഇക്വേഷൻ ചെയ്യുക. അപ്പോൾ ടോപ്പ് ലെയർ ശരിയാവുന്നതാണ്. അല്ലാതെ വേറൊരു മെത്തേഡ് ഉണ്ട്, ആ മെത്തേഡിൽ ഈ ഇക്വേഷൻ ചെയ്യുക. ഈ ഇക്വേഷൻ ബിഗിനേഴ്സ് മെത്തേഡിൽ മീൻ സോൾവ് ചെയ്യാൻ വേണ്ടി ചെയ്ത ഇക്വേഷനാണ്. ഈ സെയിം ഇക്വേഷൻ തന്നെ റിപ്പീറ്റ് ചെയ്യുക. ചെയ്തപ്പോൾ ഇങ്ങനെ വന്നു.
ഈ പിക്ചറിൽ കാണുന്ന രീതിയിൽ പിടിക്കുക. എന്നിട്ട് സെയിം ഇക്വേഷൻ തന്നെ ചെയ്യുക. അപ്പോൾ നമ്മുടെ ടോപ്പ് സോൾവ് ആവും. RUR' ടോപ്പ് സോൾവ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ഇതാണ്. മറ്റൊരു മെത്തേഡ്, ടോപ്പിൽ വരുന്ന ഓരോ ഷേപ്പിനും ഓരോ ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ഇക്വേഷൻസ് പഠിക്കേണ്ടി വരും. അപ്പോൾ ഇത് ഇങ്ങനെ വരുന്ന നേരത്ത് ഈ പിക്ചറിൽ കാണുന്ന പോലെ പഠിക്കുക. എന്നിട്ട് ഇക്വേഷൻ ചെയ്യുക FRUR', അപ്പോൾ സോൾവ് ആയി. പിന്നെ അടുത്തത് ഇതുപോലെ വരികയാണെങ്കിൽ ഇങ്ങനെ പിടിക്കുക, പിക്ചറിൽ കാണുന്നത് പോലെ. എന്നിട്ട് ഇക്വേഷൻ ചെയ്യുക, അപ്പോൾ അത് സോൾവ് ആവും. ഈ മെത്തേഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ഇക്വേഷൻ ചെയ്താൽ മതി, ടോപ്പ് സോൾവ് ആവും. ഓരോ പൊസിഷനും ഓരോ ഇക്വേഷൻസ് ഉണ്ട്. അപ്പം അടുത്തത് ഈ പിക്ചറിൽ കാണുന്നത് പോലെ പിടിക്കുക, എന്നിട്ട് ഇക്വേഷൻ ചെയ്യുക, അപ്പോൾ അത് സോൾവ് ആവും. അടുത്തത് പിക്ചറിൽ കാണുന്ന പോലെ ഷേപ്പ് ആണെങ്കിൽ പിക്ചറിൽ കാണുന്ന പോലെ പിടിച്ചിട്ട് സ്ക്രീനിൽ കാണുന്ന ഇക്വേഷൻ ചെയ്യുക, അത് സോൾവ് ആയി. പിക്ചറിൽ കാണുന്ന പോലെ പിടിച്ചിട്ട് രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി, ഒന്നുകിൽ മുകളിലുള്ളത് അല്ലെങ്കിൽ അടിയിലുള്ളത്, ഏത് ചെയ്താലും അത് സോൾവ് ആവും. അടുത്തത് ടോപ്പ് ലെയർ കോർണറുകളുടെ എഡ്ജാണ്. എഡ്ജ് നീല കളർ ഇപ്പോൾ ശരിയായിട്ടുണ്ട്, അത് പെയറായിട്ടുണ്ട്. ബാക്കിയൊന്നും പെയറായിട്ടില്ല. അപ്പോൾ അത് ലെഫ്റ്റ് സൈഡിൽ പിടിച്ചിട്ട് ഈ കാണുന്ന ഇക്വേഷൻ ചെയ്യുക. ഈ ഇക്വേഷൻ JPM എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഇക്വേഷൻ ചെയ്ത് കഴിയുമ്പോൾ ടോപ്പ് ലെയറിലെ കോർണർ പീസിൻ്റെ എഡ്ജ് കളർ എല്ലാം പെയറാവും. ഇപ്പോൾ പെയറായി, പച്ച, ഓറഞ്ച്, ബ്ലൂ, എല്ലാ കളറും ശരിയായി. മറ്റൊരു കേസിൽ ചിലപ്പോൾ ടോപ്പിൽ ഒന്നും പെയറായിട്ടുണ്ടാവില്ല. അങ്ങനെ വരുന്ന കേസിൽ ഏതെങ്കിലും ഫ്രണ്ടിൽ വെച്ചിട്ട് ഈ ഇക്വേഷൻ ചെയ്യുക. ഈ ഇക്വേഷൻ YPM എന്നാണ് അറിയപ്പെടുന്നത്. ഇക്വേഷൻ ചെയ്ത് കഴിയുമ്പോൾ ടോപ്പിലെ കോർണർ പീസിൻ്റെ എഡ്ജ് കളർ പെയറാവും. ഇക്വേഷൻ കുറച്ച് നീണ്ട ഇക്വേഷനാണ്. നമ്മളിപ്പോൾ ടോപ്പ് കളറിൻ്റെ എഡ്ജ് പെയറായി. ക്യൂബ് സ്ക്രാമ്പിൾ ചെയ്യുക. എന്നിട്ട് നമുക്ക് ആദ്യം മുതൽ നമുക്ക് വീണ്ടും ഒന്നും കൂടി ചെയ്തു നോക്കാം. ആദ്യം റെഡ് സെൻറ്റർ പീസ് എവിടെയാണെന്ന് നോക്കുക. അത് ലെഫ്റ്റ് സൈഡിൽ പിടിച്ചു. ഓറഞ്ച് റൈറ്റ് സൈഡിൽ പിടിച്ചു. റെഡ് വൈറ്റ് എഡ്ജ് പീസ് എടുത്തു. റെഡും മാച്ച് ചെയ്തു. അടുത്തത് കോർണർ പീസ് ഇവിടെയുണ്ട്. പച്ച, ചുവപ്പ്, അതിൻ്റെ എഡ്ജ് പീസ് എവിടെയാണെന്ന് നോക്കാം. അതിൻ്റെ എഡ്ജ് പീസ് ഇവിടെ താഴെയുണ്ട്, സൈഡിലുണ്ട്. ഇതും തമ്മിൽ പെയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ആ കോർണർ പീസ് തിരിച്ചു വെച്ചു. എന്നിട്ട് ഇതിപ്പോൾ തിരിച്ച് പൊക്കി വെച്ചു. എഡ്ജ് പീസ് മുകളിലേക്ക് വെച്ചു. കോർണർ പീസ് ഇങ്ങോട്ട് തിരിച്ചപ്പോൾ രണ്ടും തമ്മിൽ പെയറായി. ആ പെയർ ഇവിടെ സൈഡിലേക്ക് കയറ്റുക. അടുത്ത പീസ് ഇവിടെ മുകളിലുണ്ട്. റെഡ്, ബ്ലൂ, വൈറ്റ്, അതിൻ്റെ എഡ്ജ് പീസ് ഇവിടെയുണ്ട്. ആദ്യം എഡ്ജ് പീസ് തിരിച്ച് മിഡിൽ ലെയറിലേക്ക് വെച്ച് താഴത്തേക്ക് വെച്ചു. എന്നിട്ട് കോർണർ തിരിച്ച് വെച്ചിട്ട് എഡ്ജ് പീസ് പൊക്കി അത് പെയർ ചെയ്തു. ആ പെയർ അവിടെ കയറ്റി. ഇപ്പോൾ 2/3 ബ്ലോക്ക് ലെഫ്റ്റ് സൈഡിൽ റെഡിയായി. അടുത്തത് റൈറ്റ് സൈഡിൽ എഡ്ജ് പീസ് ഓറഞ്ച്, വൈറ്റ്, എഡ്ജ് പീസ് ഇവിടെ എവിടെയാണെന്ന് നോക്കാം. ഇവിടെ ടോപ്പ് ലെയറിലുണ്ട്. ആദ്യം ഓറഞ്ചും മാച്ച് ചെയ്തു. എന്നിട്ട് ആ പീസ് താഴത്തേക്ക് വെച്ചു. ഇനി അതിൻ്റെ കോർണർ പീസ് ഇവിടെയുണ്ട്. പച്ച, ഓറഞ്ച്, വൈറ്റ്, അതിൻ്റെ എഡ്ജ് പീസ് അത് താഴത്തേക്ക് വെച്ചു. എന്നിട്ട് കോർണർ പീസ് തിരിച്ച് സൈഡിലേക്ക് വെച്ചിട്ട് എഡ്ജ് പീസ് പൊക്കി അത് പെയർ ചെയ്തു. ഓറഞ്ച്, പച്ച, അത് ഇവിടെ കയറണം ആ പെയർ. അപ്പോൾ അത് പൊക്കിയിട്ട് അവിടെ കയറ്റി വെച്ചു. എന്നിട്ട് അത് താത്തി വെച്ചു. ഇനി കോർണർ ഇവിടെയുണ്ട്, എഡ്ജ് അവിടെയുണ്ട്. അപ്പോൾ എഡ്ജ് അവിടെ നിന്ന് മാറ്റി മുകളിലേക്ക് വെച്ചു. എഡ്ജ് താഴത്തേക്ക് വെച്ചു. മിഡിൽ ലെയറിൽ വെച്ചിട്ട് താഴത്തേക്ക് അത് താത്തി വെച്ചു. എന്നിട്ട് കോർണർ പീസ് വൈറ്റ് സൈഡിലാവുന്ന രീതിയിൽ വെച്ചിട്ട് എഡ്ജ് പീസ് പൊക്കി വെച്ചു. ഇപ്പോൾ അത് പെയറായി. ആ പെയർ
അവിടെ ഇൻസേർട്ട് ചെയ്യാണ്. അപ്പോൾ അത് പൊക്കിയിട്ട് അവിടെ കയറ്റി വെച്ചു. എന്നിട്ട് അത് പഴയതുപോലെ താത്തി വെച്ചു. ഇപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലും 2x3 ബ്ലോക്ക് റെഡിയായി. ഇനി ടോപ്പിൽ 4 കോർണർ പീസും യെല്ലോ ആക്കണം. അതിന് ഇക്വേഷൻ ചെയ്യുന്നു. വീണ്ടും ആ ഇക്വേഷൻ റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ വന്നു. ഇതുപോലെ പിടിച്ചിട്ട് ഇക്വേഷൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. RU R' UR U2 R'. ഇപ്പോൾ നമ്മുടെ ടോപ്പ് റെഡിയായി. ഇനി ടോപ്പിൻ്റെ സൈഡ് നോക്കുക. സൈഡ് ഒന്നും പെയർ ആയിട്ടില്ല. അപ്പോൾ YPM ഇക്വേഷൻ ചെയ്യുകയാണ്. FR U' R' U' RU R' F' RU R' U' R' FR F'. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ടോപ്പിലെ 4 യെല്ലോ കോർണറും റെഡിയായി. ബാക്കിയുള്ള സ്റ്റെപ്പുകൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ see you. Bye.